വെൽക്കം ടു മാത്സിയോൺ. HSA എക്സാം സീരീസിന്റെ സെക്കൻഡ് ഡേയുടെ സൊല്യൂഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇത് ഈ വീഡിയോയിൽ റിയൽ അനാലിസിസ് അതുപോലെ തന്നെ കോണിക് സെക്ഷൻ ഈ രണ്ട് ടോപ്പിക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് കോണിക്കിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: 4x² മൈനസ് 9y² പ്ലസ് 36x പ്ലസ് 36y മൈനസ് 125 ഈക്വൽ ടു 0 എന്ന സമവാക്യം പ്രതിനിധീകരിക്കുന്നത് ഒരു വൃത്തത്തെയാണ്, ഒരു പരാബോളയാണ്, ഒരു എലിപ്സ് ആണ്, ഒരു ഹൈപ്പർബോളയാണ്. ഏതാണ് കറക്റ്റ് ആൻസർ എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം ഒരു കോണിക് സെക്ഷന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് ax² പ്ലസ് cy² പ്ലസ് dx പ്ലസ് ey പ്ലസ് എഫ് ഈക്വൽ ടു 0 എന്നുള്ള ഫോമിലാണ്. ഓക്കെ, ഇനി ഇതില് നമുക്ക് അറിയേണ്ട കാര്യം എന്താണ്? ഇതിന്റെ ഡിസ്ക്രിമിനന്റ് എടുക്കുക. അതായത് ഇവിടെ എ സി ആണ് വരിക. എന്നിട്ട് നമുക്കറിയാം എ ഇൻറ്റു സി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അത് എലിപ്സ് ആയിരിക്കും. എ സി ലെസ് ദാൻ 0 ആണെങ്കിൽ അത് ഹൈപ്പർബോള ആയിരിക്കും. അതുപോലെ എ സി എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആണെങ്കിൽ അത് പരാബോള ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ നോക്കൂ, 4x² മൈനസ് 9y² പ്ലസ് 36x പ്ലസ് 36y മൈനസ് 125 ഈക്വൽ ടു 0 എന്നാണ്. സോ എ ഈക്വൽ ടു എന്താണ്? 4 ആണ്. സി ഈക്വൽ ടു എന്താണ്? -9 ആണ്. സോ എ സി എന്ന് പറയുന്നത് എന്ത് വരും? -36 എന്ന് വരും, വിച്ച് ഈസ് ലെസ് ദാൻ 0. സോ ഇതെന്തായിരിക്കും? ഹൈപ്പർബോള ആയിരിക്കും. ഓക്കെ, ഹൈപ്പർബോള ആയിരിക്കും. സോ ഓപ്ഷൻ ഡി ആണ് വരിക. ഓക്കെ, ഇത് ജനറൽ ആയിട്ട് ഈ എ സിയുടെ കാര്യം നിങ്ങൾക്ക് ഓർത്തു വെക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ കൂടെ ഒരു ടേം ബി എക്സ് വൈ എന്നുള്ള ടേമും കൂടെ ഓർത്തു വെക്കുക. എന്നിട്ട് അതിന്റെ ഡിസ്ക്രിമിനന്റ് എന്താണ്? b² മൈനസ് 4ac അല്ലെ. ഇത് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ ഹൈപ്പർബോള, ഇത് ലെസ് ദാൻ 0 ആകുമ്പോൾ എലിപ്സ്, ഇത് ഈക്വൽ ടു 0 ആകുമ്പോൾ പരാബോള. ഓക്കെ, ആ രീതിയിൽ നമുക്ക് ഓർക്കാം. ഇതാണ് നമ്മൾ പി ഡിയുടെ സൊല്യൂഷനിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. പി ഡി പറയുക എന്താണ്? ഈ ഒരു ഫോമിലായിരിക്കും വരിക. കാരണം അവിടെ എന്തുണ്ടാവും? എക്സിന്റെയും വൈന്റെയും ടേം വരും. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർപ്പിക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: എക്സെൻട്രിസിറ്റി 3/2യും ഡയറക്ട്രിക്സ് x ഈക്വൽ ടു 2 ആയ ഹൈപ്പർബോളയുടെ സമവാക്യം ഇതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നോക്കൂ, ഒരു ഹൈപ്പർബോള ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ എക്സെൻട്രിസിറ്റി എന്താണ്? 3/2 ആണ്. ഡയറക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? x ഈക്വൽ ടു 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഡയറക്ട്രിക്സും എക്സെൻട്രിസിറ്റിയും തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കൂ, ഇതിലുള്ള ഫോം നോക്കൂ, ആർ ഈക്വൽ ടു എന്നുള്ള ഫോമിലാണ് അല്ലെ. അപ്പൊ പോളാർ ഫോം ആണ്. അപ്പം എക്സെൻട്രിസിറ്റി ഇയും ഡയറക്ട്രിക്സ് എക്സ് ഈക്വൽ ടു കെയും ആണെങ്കിൽ അതിന്റെ പോളാർ ഫോം, ഹൈപ്പർബോളയുടെ പോളാർ ഫോം എന്ന് പറയുന്നത് ആർ ഈക്വൽ ടു കെ ഇ ഡിവൈഡ് ബൈ 1 പ്ലസ് ഇ കോസ് തീറ്റ എന്നാണ് അല്ലെ. 1 പ്ലസ് ഇ കോസ് തീറ്റ എന്നാണ്. സോ ഇവിടെ കെ ഈക്വൽ ടു എന്താണ്? കെ ഈക്വൽ ടു 2 ആണ്. ഇ ഈക്വൽ ടു 3/2 ആണ്. സോ ഇതെന്ത് വരും? 2 ഇൻറ്റു 3/2 ഡിവൈഡ് ബൈ 1 പ്ലസ് 3/2 കോസ് തീറ്റ എന്നുള്ള ഫോമിൽ വരും. ഇവിടെ 2 ഉം 2 ഉം കട്ട് ചെയ്തു. സോ ഇതെന്ത് വരും? ഇവിടെ 3 ഡിവൈഡ് ബൈ 2 പ്ലസ് 1 അല്ലെ. 2 പ്ലസ് 3 കോസ് തീറ്റ ഇൻറ്റു ഈ 2 ഇവിടെ വരും. ഓക്കെ, സോ ഇതെന്തായിട്ട് മാറും? 6 ഡിവൈഡ് ബൈ 2 പ്ലസ് 3 കോസ് തീറ്റ എന്ന് വരും. ഓക്കെ, 6 ഡിവൈഡ് ബൈ 2 പ്ലസ് 3 കോസ് തീറ്റ, ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: പി എന്നത് ഗുണകം ഭാജ്യസംഖ്യകളായ ബഹുപദങ്ങളുടെ ഗണവും എസ് എന്നത് എല്ലാ എണ്ണൽ സംഖ്യാ ശ്രേണികളുടെ ഗണവുമാണ്. ഓക്കെ, അപ്പൊ പി എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് വിത്ത് റാഷണൽ കോഎഫിഷ്യൻസ് ആണ്. അടുത്ത എസ് എന്ന് പറയുന്നത് എന്താണ്? എല്ലാ എണ്ണൽ സംഖ്യാ ശ്രേണികളുടെ ഗണകവുമാണ്. ഓക്കെ, സെറ്റ് ഓഫ് ഓൾ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഇതിൽ ഏതാണ് കൗണ്ടബിൾ, ഏതാണ് അൺകൗണ്ടബിൾ എന്നാണ് ചോദ്യം. ഓക്കെ, പി എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് വിത്ത് റാഷണൽ കോഎഫിഷ്യൻസ് ആണ്. നമുക്കറിയാം റാഷണൽ നമ്പേഴ്സ് ക്യൂ എന്ന് പറയുന്നത് കൗണ്ടബിൾ ആണ് അല്ലെ. ക്യൂ എന്ന് പറയുന്നത് കൗണ്ടബിൾ ആണ്. അപ്പോൾ ക്യൂ കോഎഫിഷ്യന്റ് ആയിട്ട് വരുന്ന എത്ര പോളിനോമിയൽസ് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും? അതും കൗണ്ടബിൾ നമ്പർ ഓഫ് പോളിനോമിയൽസ് മാത്രമേ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ സോ
കൗണ്ടബിൾ യൂണിയൻ എന്ന് പറയുന്നത് കൗണ്ടബിൾ തന്നെ ആയിരിക്കും. സോ എന്ത് പറയാൻ പറ്റും? പി എന്ന് പറയുന്നത് കൗണ്ടബിൾ ആയിരിക്കും. ഓക്കെ, പി അതിൽ നിന്ന് കൗണ്ടബിൾ ആണെന്ന് കിട്ടി. ഓക്കെ, ഇനി അടുത്ത എന്താണ്? എസ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ജസ്റ്റ് ഇത്രയും മാത്രം ഓർത്താൽ മതി. സെറ്റ് ഓഫ് ഓൾ സീക്വൻസസ് വിത്ത് 0,1. ഓക്കെ, സെറ്റ് ഓഫ് ഓൾ സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ് സീക്വൻസ് ആണ് കേട്ടോ. ഇൻഫൈനൈറ്റ് സീക്വൻസ് ആണ്. സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസ് ഉണ്ടാവല്ലോ. 0,1 മാത്രം വരുന്ന രീതിയിലുള്ള സീക്വൻസുകൾ എടുക്കാം. ഓക്കെ, അത് തന്നെ എന്തായിരിക്കും? അൺകൗണ്ടബിൾ ആയിരിക്കും. ഓക്കെ, അൺകൗണ്ടബിളി മെനി സീക്വൻസസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 0യും 1ഉം മാത്രം ഉപയോഗിച്ച് എഴുതാൻ വേണ്ടി പറ്റും. അതായത് 0 1 0 0 എന്ന് എഴുതാം, 1 0 0 എക്സെട്ര എന്ന് എഴുതാം, 0 1 0 0 1 0 0 എക്സെട്ര എന്ന് എഴുതാം, 1 0 1 0 എക്സെട്ര എന്ന് എഴുതാം. അങ്ങനെ അൺകൗണ്ടബിളി മെനി സീക്വൻസസുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഡിഫൈൻ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ അതിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ ടോട്ടൽ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഏത് നാച്ചുറൽ നമ്പേഴ്സ് വെച്ചിട്ടും സീക്വൻസ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പൊ അത് 0യും 1ഉം എടുത്താൽ തന്നെ അൺകൗണ്ടബിളി മെനി ഉണ്ട്. അപ്പൊ ഫുൾ നാച്ചുറൽ നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? അതും അൺകൗണ്ടബിളി മെനി ആയിരിക്കും. സോ എസ് എന്തായിരിക്കും? അൺകൗണ്ടബിൾ ആയിരിക്കും. ഓക്കെ, സോ എസ് അൺകൗണ്ടബിൾ ആയിരിക്കും. സോ പി കൗണ്ടബിൾ, എസ് അൺകൗണ്ടബിൾ, ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ക്യൂ. ക്യൂ എന്ന് പറഞ്ഞ റാഷണൽ നമ്പേഴ്സ് ആണ്. -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 0 യൂണിയൻ എൻ എന്ന് പറഞ്ഞ നാച്ചുറൽ നമ്പേഴ്സ് എന്ന ആറിന്റെ റിയൽ നമ്പറിന്റെ ഉപഗണം ബൗണ്ടഡ് ആണോ, ഇൻഫൈനൈറ്റ് ആണോ, ലിമിറ്റ് പോയിന്റ് ഉണ്ടോ എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് എ എന്ന് പറയുന്നത് എന്താണ്? -1ന്റെയും 0ന്റെ ഇടയിലുള്ള റാഷണൽ നമ്പേഴ്സ് ആണ് അല്ലെ. റാഷണൽ നമ്പേഴ്സും പിന്നെ എല്ലാ നാച്ചുറൽ നമ്പേഴ്സും 1 2 3 എക്സെട്ര എന്നുള്ള എല്ലാ നാച്ചുറൽ നമ്പേഴ്സും എടുക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ഇത് ബൗണ്ടഡ് ആയിരിക്കുമോ? അല്ല അല്ലെ. എൻ ഉണ്ട്, 1 2 3 എക്സെട്ര എന്ന് പറയുന്നുണ്ട്. ഈ നാച്ചുറൽ നമ്പേഴ്സ് ഇതിന്റെ ഒരു സബ്സെറ്റ് ആണ് എന്ന് വരുന്നത് അല്ലെ. സോ ഇതെന്തായിരിക്കും? n അൺബൗണ്ടഡ് ആണ്. അതുകൊണ്ട് തന്നെ എയും എന്താണ്? അൺബൗണ്ടഡ് ആയിരിക്കും അല്ലെ. അൺബൗണ്ടഡ് ആയിരിക്കും. അതുപോലെ തന്നെ n ഇൻഫൈനൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ എയും എന്തായിരിക്കും? ഇൻഫൈനൈറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ രണ്ട് കാര്യങ്ങൾ നമുക്ക് കിട്ടി. എന്താണ്? അൺബൗണ്ടഡും ഇൻഫിനിറ്റും ആണ്. ഓക്കെ, അപ്പൊ അൺബൗണ്ടഡ് ഇൻഫിനിറ്റും ആയിട്ടുള്ള ഇത് രണ്ടും നമുക്ക് റിമൂവ് ചെയ്യാം. അൺബൗണ്ടഡ് ഇൻഫിനിറ്റും ആയിട്ടുള്ള എത്ര ഉണ്ട്? രണ്ട് ഓപ്ഷൻ ഉണ്ട്. എക്ക് 6 ലിമിറ്റ് പോയിന്റ് ഉണ്ടോ, 6 ലിമിറ്റ് പോയിന്റ് ഇല്ലയോ എന്നാണ് ചോദ്യം. അപ്പൊ നോക്കൂ, ഇവിടെ എന്താ? എയിലെ ഈ ഒരു സബ്സെറ്റ് സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ക്യൂ സച്ച് ദാറ്റ് -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? -1 0 എന്നുള്ള ഓപ്പൺ ഇന്റർവൽ ഇന്റർസെക്ഷൻ ക്യൂ ആണ്. ഓക്കെ, ഇതില് അതായത് -1ന്റെയും 0ന്റെയും ഇടയിലുള്ള എല്ലാ റാഷണൽ നമ്പേഴ്സും ആണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം റാഷണൽ നമ്പേഴ്സിന്റെ ലിമിറ്റ് പോയിന്റ്സ് ഏതൊക്കെയാണ്? എല്ലാ റിയൽ നമ്പേഴ്സും റാഷണൽ നമ്പേഴ്സിന്റെ ലിമിറ്റ് പോയിന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ -1 0ന്റെ ഇടയിലുള്ള എല്ലാ റിയൽ നമ്പേഴ്സും എന്തായിരിക്കും? ഇതിന്റെ ലിമിറ്റ് പോയിന്റ് ആയിരിക്കും. സോ ലിമിറ്റ് പോയിന്റ് എന്ത് ചെയ്യും? എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, all real numbers between -1 and 0 are limit points of a ആയിരിക്കും. ഓക്കെ, എയുടെ ലിമിറ്റ് പോയിന്റുകളായിട്ട് വരും. ഓക്കെ, ഇവിടെ n വരുന്ന സമയത്ത് ബാക്കിയുള്ള എന്നിന്റെ നാച്ചുറൽ നമ്പേഴ്സിന് എന്തുണ്ടാവില്ല? ലിമിറ്റ് പോയിന്റ് ഉണ്ടാവില്ല. പക്ഷെ എന്തിനുണ്ട്? ക്യൂവിന് ലിമിറ്റ് പോയിന്റ് ഉണ്ട്. എല്ലാ റാഷണൽ നമ്പേഴ്സും അതുപോലെ തന്നെ ഇറാഷണൽ നമ്പേഴ്സും അതിന്റെ ലിമിറ്റ് പോയിന്റ് ആയിട്ട് വരും. ഓക്കെ, സോ ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടെ കറക്റ്റ് വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. an ഒരു ബൗണ്ടഡ് പൂർണ്ണസംഖ്യാ ശ്രേണിയാണ്, ഒരു ബൗണ്ടഡ് റിയൽ സീക്വൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇൻഫീമം an ലെസ് ദാൻ ഈക്വൽ ടു ലിമിറ്റ് ഇൻഫീമം an ആൻഡ് സുപ്രീമം an ലെസ് ദാൻ ഈക്വൽ ടു ലിമിറ്റ് സുപ്രീമം an, ലിമിറ്റ് ഇൻഫീമം an ലെസ് ദാൻ ഈക്വൽ ടു ഇൻഫീമം an, ലിമിറ്റ് ഇൻഫീമം an ലെസ് ദാൻ ഈക്വൽ ടു ഇൻഫീമം an ആൻഡ് സുപ്രീമം an ലെസ് ദാൻ ഈക്വൽ ടു ലിമിറ്റ് സുപ്രീമം an, infimum an less than or equal to limit infimum an and limit supremum an less than or equal to supremum an. Okay, അപ്പൊ ജസ്റ്റ് ലിമിറ്റ് ഇൻഫീമം an എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ലിമിറ്റ് ഇൻഫീമം an നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലെ. എന്താണ്? ഇൻഫീമം ഓഫ് സുപ്രീമം ഓഫ് ഇൻഫീമം
ഓഫ് സെറ്റ് ഓഫ് ഓൾ സീക്വൻസസ് അല്ലെ. സം എ എം സച്ച് ദാറ്റ് എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ ആയിട്ട് വരുന്നത്, ഇവിടെ എൻ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. ഓക്കെ, അതായത് ആദ്യം സീക്വൻസ് എടുക്കുന്നു, പിന്നെ ഒരു ടേം കളയുന്നു, അടുത്ത ടേം കളയുന്നു, അങ്ങനെയുള്ള സീക്വൻസുകളുടെ അങ്ങനെയുള്ള സെറ്റുകളുടെ ഇൻഫീമങ്ങൾ എടുക്കുക. അതിന്റെ സുപ്രീമാണ് ലിമിറ്റ് ഇൻഫീം എന്ന് പറയാം അല്ലെ. ഇതിന്റെ ഒരു പാർട്ടാണ് എന്ത് വരിക, ഇതിന്റെ ഇൻഫീം എന്ന് പറയാം അല്ലെ. അപ്പൊ ഇതിൽ ഏതായിരിക്കും, ഇതിന്റെ സുപ്രീമാണ് വരുന്നത് ലിമിറ്റ് ഇൻഫീമം. സോ നമുക്ക് എന്ത് കിട്ടും, ലിമിറ്റ് ഇൻഫീമം എ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ത് കിട്ടും, ഇൻഫീമം എ എൻ ആണെന്ന് കിട്ടും. ഓക്കെ, ലിമിറ്റ് ഇൻഫീമം എ എൻ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഇൻഫീമം എ എൻ ആണ്. അപ്പം അത് വരുന്ന ഒറ്റ ലിമിറ്റ് ഇൻഫീമം എ എൻ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഓക്കെ, ഇതിൽ രണ്ടിലും അത് വരുന്നുണ്ട്. ഇനി ഇതുപോലെ തന്നെ ലിമിറ്റ് സുപ്രീമം എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇതുപോലെ തന്നെയാണ് വരിക, ഇൻഫീമം ഓഫ് സുപ്രീമം ഓഫ് എ എം വേർ എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ, എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് എഴുതാം അല്ലെ. അപ്പൊ നമുക്ക് സുപ്രീമ എന്നുകൾ എന്താണ്, സുപ്രീമങ്ങളുടെ ഇൻഫീമാണ്. അപ്പൊ നമുക്ക് എന്താ വരിക, ലിമിറ്റ് സുപ്രീമം എന്ന് പറയുന്നത് അതിൽ ഏറ്റവും ചെറുതാണ് എന്ത് വരുന്നത്, ലിമിറ്റ് സുപ്രീമം വരുന്നത് അല്ലെ. സോ ലിമിറ്റ് സുപ്രീമം ലെസ് ദാൻ ഓർ ഈക്വൽ ടു സുപ്രീം ആയിരിക്കും വരിക. ലിമിറ്റ് സുപ്രീമം ലെസ് ദാൻ ഓർ ഈക്വൽ ടു സുപ്രീമവും ലിമിറ്റ് ഇൻഫീമം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇൻഫീമോ ആയിരിക്കും വരിക. സോ ഓപ്ഷൻ ഡി ആയിരിക്കും ഇവിടെ കറക്റ്റ് വരിക. ഓക്കെ, എക്സാമ്പിൾ ഉണ്ട്, എക്സാമ്പിൾ നിങ്ങൾ തന്നെ ഒന്ന് കണ്ടെത്തി നോക്കുക കേട്ടോ. Next question, an equal to, sequence an, where an plus 1 equal to 1 plus 1 by an for every n greater than or equal to 1 and a1 greater than 0. Okay, എന്ന ശ്രേണി സംരചിക്കുന്നത് എങ്ങോട്ടാണ്, ഇത് എങ്ങോട്ടാണ് ഡൈവേർജ്, ഇതൊരു ഡൈവേർജന്റ് സീക്വൻസ് ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് എങ്ങോട്ട്, ഡൈവേർജന്റ് അല്ല, ഒരു കൺവേർജന്റ് സീക്വൻസ് ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സീക്വൻസ് എങ്ങോട്ടാണ് കൺവേർജ് ചെയ്യുന്നതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്കറിയാം a1 ഗ്രേറ്റർ ദാൻ 0 ആണ് തന്നിട്ടുണ്ട്. ആൻഡ് an പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 1 ബൈ an ആണ്. ഇതെന്തായിരിക്കും, എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും അല്ലെ. അപ്പൊ an എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ടേം സീക്വൻസ് ആണ് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി ഞാൻ എടുക്കുന്നു an എല്ലിലേക്ക് കൺവേർജ് ചെയ്യുന്നു എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ an പ്ലസ് 1 എങ്ങോട്ടാണ് കൺവേർജ് ചെയ്യാം, എല്ലിലേക്ക് തന്നെ ആയിരിക്കും കൺവേർജ് ചെയ്യാം. 1 ബൈ an എങ്ങോട്ട് പോവും, 1 ബൈ എല്ലിലേക്ക് പോവും. സോ അങ്ങനെയാണെങ്കിൽ ഇത് മൊത്തം എന്തായിട്ട് മാറും, l ഈക്വൽ ടു 1 പ്ലസ് 1 ബൈ എൽ എന്നുള്ള ഫോമിൽ എടുക്കാം. ഓക്കെ, കാരണം ഇവിടെ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ മതി. ഇത് രണ്ടിടത്ത് ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എല്ലിലേക്ക് മാറും, ഇത് 1 ബൈ എല്ലിലേക്ക് പോകും. സോ എൽ ഈക്വൽ ടു 1 പ്ലസ് 1 ബൈ എൽ, എൽ ഈക്വൽ ടു 1 പ്ലസ് 1 ബൈ എല്ലിന് കിട്ടും. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, എൽ സ്ക്വയർ ഈക്വൽ ടു എൽ പ്ലസ് 1 അല്ലെങ്കിൽ എൽ സ്ക്വയർ മൈനസ് എൽ മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, ഇതിന്റെ സൊല്യൂഷൻ നമുക്ക് കാണാലോ. എന്താ, എൽ ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ബി എന്ന് പറയുമ്പോൾ ബി എന്താ ഇവിടെ, മൈനസ് 1 അല്ലേ. സോ 1 പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ 1 മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു ഇവിടെ സി എന്ന് പറഞ്ഞാൽ മൈനസ് 1 അല്ലേ, മൈനസ് 1 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 4 ഇൻറ്റു മൈനസ് 1 എന്ന് പറഞ്ഞാൽ മൈനസ് 4 ആവും. 1 പ്ലസ് 4 5 ഡിവൈഡ് ബൈ 2. ഓക്കെ, അപ്പൊ നോക്കൂ, രണ്ട് ആൻസർ ഉണ്ട്. 1 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 5 ബൈ 2 ഉണ്ട്, ഓർ 1 മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 5 ബൈ 2 ഉണ്ട്. ഓക്കെ, രണ്ടും ഉണ്ട്. അപ്പൊ ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആൻസർ വരിക, നമുക്കറിയാം റൂട്ട് 5 എന്തായാലും ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് എന്തായിരിക്കും, ലെസ് ദാൻ 0 ആയിരിക്കും, ഇത് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി ഇവിടെ സീക്വൻസ് എന്താണ്, an ഗ്രേറ്റർ ദാൻ 0 ഫോർ എവരി n ആണ്, വിച്ച് ഇംപ്ലൈസ് എന്തായിരിക്കും, an കൺവേർജ് ചെയ്യുന്നത് എല്ലിലേക്കാണെങ്കിൽ എല്ലും പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ നോൺ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഒരു പോസിറ്റീവ് ടേം സീക്വൻസ് ഒരിക്കലും നെഗറ്റീവ് നമ്പറിലേക്ക് എന്ത് ചെയ്യില്ല, കൺവേർജ് ചെയ്യില്ല. സോ എന്തായിരിക്കില്ല, ഇത് പോസിബിൾ അല്ല, ഇതായിരിക്കും ആൻസർ വരിക. ഇപ്പോൾ 1 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 5 ബൈ 2 അല്ലെങ്കിൽ റൂട്ട് 5 പ്ലസ് 1 ബൈ 2, ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടെ കറക്റ്റ് വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റൻ ഇതാണ്, സിഗ്മ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി n പ്ലസ് 1 ബൈ n ഫാക്ടോറിയൽ എന്ന സീരീസിന്റെ തുക എത്രയാണെന്നാണ്. ഓക്കെ, ഇതിന്റെ സമ്മാണ് ചോദ്യം. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് ആദ്യം അറിയേണ്ടത് ഇ പവർ എക്സിന്റെ എക്സ്പാൻഷൻ എന്താണ്, 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എന്നാണ് അല്ലെ. അപ്പൊ ഇ പവർ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും, 1 പ്ലസ് 1 പ്ലസ് 1 ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് 1 ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എന്നാണ് അല്ലെ. ഇതിന് എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും, സിഗ്മ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി 1 ബൈ n ഫാക്ടോറിയൽ എഴുതാം അല്ലെ. n 0 കൊടുക്കുമ്പോൾ എന്താവും, 1 ബൈ 0 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1. n 1 കൊടുക്കുമ്പോൾ 1 ബൈ 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1.
n2 കൊടുക്കുമ്പോൾ 1/2 ഫാക്ടോറിയൽ, 3 കൊടുക്കുമ്പോൾ 3 ഫാക്ടോറിയൽ എക്സെട്ര എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് എഴുതാം? സിഗ്മ 1/n ഫാക്ടോറിയൽ, സിഗ്മ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി 1/n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പോണൻഷ്യൽ നമ്പർ ഇ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താണ്? സിഗ്മ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി n പ്ലസ് 1 ഡിവൈഡ് ബൈ n ഫാക്ടോറിയൽ എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു, ഇതിന് എനിക്ക് എങ്ങനെ എഴുതാം? സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. സിഗ്മ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി n ബൈ n ഫാക്ടോറിയൽ പ്ലസ് സിഗ്മ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി 1 ബൈ n ഫാക്ടോറിയൽ. ഓക്കെ, അപ്പൊ ഇതിന് നമുക്ക് ഇതിൽ എന്ത് ചെയ്യാം? എന്നും എന്നും കട്ട് ചെയ്ത് n ഫാക്ടോറിയൽ ഒരു n ഉണ്ട്, അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ഇത് 1/n-1 ഫാക്ടോറിയൽ ആയിട്ട് മാറും അല്ലെ? n-1 ഫാക്ടോറിയൽ ആണ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? n 0 കൊടുക്കാൻ പറ്റില്ല, കാരണം 0 -1 ഫാക്ടോറിയൽ എന്നുള്ളത് ഡിഫൈൻഡ് അല്ല. സോ ഇതെന്തായിട്ട് മാറും? n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എന്നാവും, പ്ലസ് സിഗ്മ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി 1/n ഫാക്ടോറിയൽ വരും. ഓക്കെ, ഇനി ഇതിനെ ഞാൻ ചെറുതായിട്ട് മാറ്റിയാണ്, ഈ ഒരെണ്ണത്തിൽ മാത്രം, ഇതിന് വേണ്ടി മാത്രം ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. എന്താണ്? n-1 u കൊടുക്കുന്നു. ഓക്കെ, n-1 u കൊടുക്കുന്നു. അപ്പൊ n ഈക്വൽ ടു 1 ആകുമ്പോൾ u എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. n ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ u എന്തായിരിക്കും? ഇൻഫിനിറ്റി -1 ആണ്, u ഇൻഫിനിറ്റിയിലേക്ക് പോകും. സോ ഇതെന്തായിട്ട് മാറും? സിഗ്മ u ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി 1/u ഫാക്ടോറിയൽ എന്ന് വരും അല്ലെ? 1/u ഫാക്ടോറിയൽ എന്ന് വരും, പ്ലസ് സിഗ്മ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി 1/n ഫാക്ടോറിയൽ എന്ന് വരും. ഓക്കെ, സോ ഇതെന്തായിട്ട് മാറും? സിഗ്മ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി 1/n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ ആണ്. ഇവിടെ യുഒ എന്നോ യു എന്ന് പറയുന്നതാണെങ്കിൽ n എന്ന് പറയുന്നതാണെങ്കിലും വെറും വേരിയബിൾ മാത്രമാണ്. ചേഞ്ച് ചെയ്യുന്ന എന്താണ്? ഒരു ഫാക്ടോറിയലാണ്, അത് 0 മുതൽ ഇൻഫിനിറ്റി വരെ വേരി ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇതും ഇ ആയിട്ട് മാറും. സോ 2e എന്നുള്ള ഓപ്ഷൻ എ ആയിരിക്കും ഇവിടെ കറക്റ്റ് വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റൻ ഇതാണ്. അപ്പൊ ഇതിൽ നമുക്ക് ഇതാണ് അറിയേണ്ടത്, എക്സ്പോണൻഷ്യൽ നമ്പറിന്റെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ എക്സ്പാൻഷൻ എന്താണ് എന്നുള്ളത്. ഇതിൽ പ്രധാനമായിട്ടും പലതരത്തിലുള്ള എക്സ്പാൻഷൻ, സൈൻ എക്സിന്റെ, കോസ് എക്സിന്റെ, അതുപോലെ ലോഗ് 1+x ഒക്കെ എക്സ്പാൻഷൻ ഉണ്ട്. അത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. സം ഓഫ് എ സീരീസ് എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റൻ ഇതാണ്. സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി സൈൻ 1 എന്ന സീരീസ് കൺവേർജന്റ് ആണോ, ഡൈവേർജന്റ് ആണോ, ഓസിലേറ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ ചെയ്യാം? ഇത് ആദ്യം നമ്മൾ ഒരു സീരീസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ചെക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ലിമിറ്റ് n ടു ഇൻഫിനിറ്റി an 0 ആണോ നോക്കാം. ഓക്കെ, ലിമിറ്റ് n ടു ഇൻഫിനിറ്റി സൈൻ 1/n എന്ന് പറയുമ്പോൾ എന്ത് വരും? ആസ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1/n 0യിലേക്ക് പോകും, സൈൻ 0 ആണ്. ഓക്കെ, പക്ഷേ ലിമിറ്റ് n ടു ഇൻഫിനിറ്റി an 0 ആയതുകൊണ്ട് എന്തല്ല? കൺവേർജന്റ് അല്ല. ഇത് നോൺ 0 ആണെങ്കിൽ ഡൈവേർജന്റ് ആണ്, നമുക്ക് അവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, പക്ഷെ ഇവിടെ എന്തല്ല? 0 ആണ് കിട്ടിയത്, അതുകൊണ്ട് കൺവേർജന്റ് ആണ്, നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഇതിനെ എന്ത് വെച്ച് ചെയ്യാൻ പറ്റാം? ഇത് ഇങ്ങനെയുള്ള സീരീസ് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരേണ്ടത് എന്താണ്? ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ആണ്. ഓക്കെ, ഇതിനൊരു കമ്പയർ ചെയ്യണം. അപ്പോൾ എന്ത് വെച്ച് കമ്പയർ ചെയ്യാം? ഏറ്റവും എളുപ്പം ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ആണ്. ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റിന് വേണ്ടി ഇവിടെ a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സൈൻ 1/n ആണ് നമുക്കറിയാം. ഞാൻ bn എന്ന് പറയുന്ന വേറെ സീരീസ് എടുക്കുന്നു, സീരീസ് bn, അത് 1/n ആക്കി എടുക്കുന്നു. അപ്പൊ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് എന്താ പറയുന്നത്? ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി an/bn എന്ന് പറയുന്നത് ഒരു നമ്പർ, ഒരു ഫൈനൈറ്റ് നമ്പർ ആണ് കിട്ടുന്നതെങ്കിൽ സീരീസ് an ആൻഡ് സീരീസ് bn ബിഹേവ്സ് അലൈക്ക് എന്നാണ് നമ്മൾ പറയാം അല്ലെ? എന്ന് വെച്ചാൽ എന്താ അർത്ഥം? bn കൺവർജന്റ് ആണ്, an കൺവർജന്റ് ആയിരിക്കും. bn ഡൈവർജന്റ് ആണെങ്കിൽ an ഡൈവർജന്റ് ആയിരിക്കും. ഓക്കെ, കാരണം bn നമ്മൾ ചൂസ് ചെയ്യുന്നതാണ്, an നമുക്ക് തന്നിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി സൈൻ 1/n ഡിവൈഡ് ബൈ 1/n. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ ചെയ്യാം? സൈൻ 1/n/1/n, ജസ്റ്റ് 1/n ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു, u എന്ന് കൊടുക്കുന്നു. അപ്പൊ n ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ u എങ്ങോട്ട് പോകും? 0യിലേക്ക് പോകും അല്ലെ? സോ ഇതെന്തായിട്ട് മാറും? ലിമിറ്റ് u ടെൻഡിങ് ടു 0 സൈൻ u ഡിവൈഡ് ബൈ u ആയിട്ട് മാറും. ഓക്കെ, ഇതിന്റെ ലിമിറ്റ് എന്താ? ഇതിന്റെ ലിമിറ്റ് 1 ആയിരിക്കും അല്ലെ? ഇനിയിപ്പോ അത് ഓർമ്മയില്ലെങ്കിൽ എന്ത് ചെയ്താൽ ജസ്റ്റ് ലോപിത്താൽ റൂൾ യൂസ് ചെയ്യുക. ഇത് 0/0 ഫോമിലാണ്. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്, അപ്പൊ കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആവും, ഇവിടെ 1 ആയിട്ട് മാറും. സോ ഇതെന്ത് കിട്ടി? 1 എന്ന് കിട്ടി. ഇതൊരു ഫൈനൈറ്റ് നമ്പർ ആണ്. ദെയർഫോർ എന്ത് കിട്ടും? സീരീസ് സൈൻ 1/n അതുപോലെ ആൻഡ് സീരീസ് 1/n ബിഹേവ്സ് അലൈക്ക് ആയിരിക്കും, ഒരേപോലെ ആയിരിക്കും ബിഹേവ് ചെയ്യുക, നമുക്കറിയാം. ആൻഡ് ബട്ട് എന്താണ്? സിഗ്മ 1/n ഈസ് ഡൈവർജന്റ് അല്ലെ? കാരണം എന്താ?
സീരീസ് 1/n⁻p പി ടെസ്റ്റ് എന്താണ് പറയുന്നത്? കൺവെർജന്റ് ഈഫ് പി ഗ്രേറ്റർ ദാൻ 1 എന്നും ഡൈവർജന്റ് ഈഫ് പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നുമാണ്. ഓക്കെ, അപ്പൊ പി ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോഴാണ് ഇത് കൺവെർജന്റ് ആവുന്നത്. ഇവിടെ പി ഈക്വൽ ടു 1 ആയതുകൊണ്ട് ഈ സീരീസ് ഡൈവർജന്റ് ആയിരിക്കും, വിച്ച് ഇംപ്ലൈസ് സിഗ്മ സൈൻ 1/n എന്തായിരിക്കും? ഡൈവർജന്റ് ആണ് നമുക്ക് കിട്ടും. ഓക്കെ, സോ ഓപ്ഷൻ എന്താണ്? ബി ആണ് നമുക്ക് വരിക. ഇത് ഡൈവർജന്റ് സീരീസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഒരു സീരീസ് കാണുമ്പോൾ ഏത് ടെസ്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവേണ്ടത്. അത് നമ്മൾ കൂടുതൽ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിന്റെ ഐഡിയ കിട്ടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റൻ ഇതാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ. അങ്ങനെയാണെങ്കിൽ ചോദ്യം എഫ് ഓഫ് എക്സ് റീമാൻ ഇന്റഗ്രബിൾ ആണോ? റീമാൻ ഇന്റഗ്രബിൾ ആണെങ്കിൽ ഇന്റഗ്രൽ 0 to 2 എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നോക്കൂ, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ അല്ലെ. ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇങ്ങനെ അല്ലെ, ഇങ്ങനെ സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണ്. അപ്പൊ ഇതിന്റെ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് എവിടെയാ വരുന്നത്? ഇപ്പൊ 0, 1, 2, 3 എക്സെട്ര -1, -2 എക്സെട്ര എന്ന് പറഞ്ഞ പോയിന്റിലാണ് വരുന്നത്. അതായത് ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് ഓൾ z. എല്ലാ ഇന്റിജർ പോയിന്റിലും ആയിരിക്കും എന്ത് വരിക? ഇത് ഡിസ്കണ്ടിന്യൂസ് ആവുക. ആൻഡ് z ഈസ് കൗണ്ടബിൾ അല്ലെ. z കൗണ്ടബിൾ ആണെന്ന് നമുക്കറിയാം, വിച്ച് ഇംപ്ലൈസ് നമുക്ക് എന്ത് പറയാൻ പറ്റും? എഫ് ഓഫ് എക്സ് ഹാസ് ഓൺലി കൗണ്ടബിൾ നമ്പർ ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. അപ്പൊ കൗണ്ടബിൾ നമ്പർ ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഉള്ളെങ്കിൽ എന്ത് പറയാൻ പറ്റും? എഫ് റീമാൻ ഇന്റഗ്രബിൾ ആണ്. ഓക്കെ, ഇങ്ങനെ എഴുതാം, എഫ് ഓഫ് എക്സ് ഈസ് റീമാൻ ഇന്റഗ്രബിൾ ആണ്. ഓക്കെ, അപ്പൊ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീമാൻ ഇന്റഗ്രബിൾ ആണ് നമുക്ക് കിട്ടി. അപ്പൊ ഓപ്ഷൻ എ അല്ല എന്ന് നമുക്ക് അവിടുന്ന് പറയാൻ പറ്റും, എ റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഇതെങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം? ഇന്റഗ്രൽ 0 to 2 ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ എക്സ് ഡി എക്സ്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? സിംപ്ലി 0 to 1 എക്സ് ഡി എക്സ്, ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ എക്സ് ഡി എക്സ് പ്ലസ് 1 to 2 എക്സ് ഡി എക്സ് എഴുതാം. കാരണം ഇവിടെ ഡിസ്കണ്ടിന്യൂറ്റി വരുന്നുണ്ട് 1-ല്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. സോ ഇതെന്താ വരിക? 0 to 1, 0-ന്റെയും 1-ന്റെയും ഇടയിൽ ഫംഗ്ഷന്റെ വാല്യൂ എന്താ? 0 ആണല്ലേ. സോ 0 ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ 1 to 2, 1-ന്റെയും 2-ന്റെയും ഇടയിൽ ഫംഗ്ഷന്റെ വാല്യൂ എന്താ? 1 ആയിരിക്കും അല്ലേ. സോ 1 ഡി എക്സ് ദിസ് ഇസ് ഈക്വൽ ടു 0 പ്ലസ് 1 ഡി എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ഫ്രം 1 to 2 ദാറ്റ് ഇസ് ഈക്വൽ ടു കിട്ടും 2 - 1 ഈക്വൽ ടു 1 എന്ന് കിട്ടും. സോ എഫ് റീമാൻ ഇന്റഗ്രബിൾ ആണ്, ഇന്റഗ്രലിന്റെ വാല്യൂ എന്താണ്? 1 ആണ്. സോ ഓപ്ഷൻ സി ആയിരിക്കും ഇവിടെ കറക്റ്റ് വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റൻ ഇതാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ 1/x വേർ എക്സ് ബിലോങ്സ് ടു ഓപ്പൺ 0, 1. എക്സ് ബിലോങ്സ് ടു ഓപ്പൺ 0, 1. അങ്ങനെയാണെങ്കിൽ എഫ് കണ്ടിന്യൂസ് ആണോ യൂണിഫോംലി കണ്ടിന്യൂസ് ആണോ എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ഡൊമൈനിൽ മാത്രമേ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ സൈൻ 1/x ഇതിന്റെ ഡിസ്കണ്ടിന്യൂറ്റി എന്താ? എവിടെയാ വരുന്നത്? ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് സൈൻ 1/x is at x is equal to 0-ലാണ്. ഓക്കെ, പക്ഷെ ഇത് എന്തിൽ വരുന്നില്ല? ഡസ് നോട്ട് ബിലോങ്സ് ടു ഓപ്പൺ 0, 1 അല്ലെ. ഓപ്പൺ 0, 1-ല് ഈ എലമെന്റ് വരുന്നില്ല, ഈ പോയിന്റ് വരുന്നില്ല. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? സൈൻ 1/x ഈസ് കണ്ടിന്യൂസ് ഓൺ ഓപ്പൺ 0, 1 അല്ലെ. ബാക്കി എല്ലാ സ്ഥലത്തും സൈൻ 1/x കണ്ടിന്യൂസ് ആയിരിക്കും അല്ലെ. സൈൻ 1/xന് കണ്ടിന്യൂറ്റി പ്രശ്നം വരുന്നത് എക്സ് 0-ലേക്ക് പോകുമ്പോൾ മാത്രമാണ്. ഓക്കെ, കാരണം എന്താ? അവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് എന്ത് പറയുന്നത്? അവിടെ ഫംഗ്ഷന്റെ കണ്ടിന്യൂറ്റിക്ക് പ്രശ്നം വരുന്നത്. ബാക്കി എല്ലാ സ്ഥലത്തും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. അതിന്റെ ഗ്രാഫ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, പക്ഷെ യൂണിഫോംലി കണ്ടിന്യൂസ് ആവണമെങ്കിൽ എഫ് ഓഫ് എക്സ് ഈസ് യൂണിഫോംലി continuous on an open interval AB if it is continuous on open interval AB and limit എന്താണ് extending to A f of x and limit extending to B f of x both exist ചെയ്യണം. ഫംഗ്ഷൻ യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ an ഓപ്പൺ ഇന്റർവെൽ ആവണമെങ്കിൽ ആ ഓപ്പൺ ഇന്റർവെല്ലിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണം. അതുപോലെ തന്നെ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ, ആ രണ്ട് എൻ പോയിന്റ്സ് ഉണ്ടല്ലോ, ആ രണ്ട് എൻ പോയിന്റ്സിലും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. പക്ഷേ ഇവിടെ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 സൈൻ 1/x എക്സിസ്റ്റ് ചെയ്യോ? ഇല്ല, ഡസ് നോട്ട്
exist. Therefore, which implies എന്ത് പറയാൻ പറ്റും? f of x is not uniformly continuous on ഓപ്പൺ ഇന്റർവൽ 0-1 കിട്ടും. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എക്സ് എന്തല്ല, ഓപ്പൺ ഇന്റർവൽ 0-1 കണ്ടിന്യൂസ് അല്ല, യൂണിഫോംലി കണ്ടിന്യൂസ് അല്ല എന്ന് കിട്ടി. അപ്പൊ ഈ കണ്ടിന്യൂസ് ആണ്, യൂണിഫോംലി കണ്ടിന്യൂസ് അല്ല. ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടെ കറക്റ്റ് വരിക. ഓക്കെ, സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാൻ സാധ്യതയുണ്ട്. യൂണിഫോം കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ ഒരു ഓപ്പൺ ഇന്റർവെല്ലാണ് തന്നിട്ടില്ലെങ്കിൽ ആ ഓപ്പൺ ഇന്റർവെല്ലിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ നോക്കുക, അതിന്റെ രണ്ട് എൻ പോയിന്റ്സിലെയും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് റിയൽ അനാലിസിസും അതുപോലെ തന്നെ കോണിക് സെക്ഷനിലുമായിട്ട് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ഡേയിൽ നമുക്ക് നെക്സ്റ്റ് എക്സാമും അതിന്റെ സൊല്യൂഷനായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.